നിങ്ങളിൽ പലരും ഏലിയൻസ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ ഇതെല്ലാം കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇതുവരെ അനുനാഗികൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയായിരിക്കാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. മെസപ്പൊട്ടേമിയയിലെ പുരാതന ദേവന്മാരുടെ കൂട്ടമാണ് അനുനാഗി. അനുന എന്ന സുമേറിയൻ വാക്കിൽ നിന്നാണ് ഈ പേര് ഉണ്ടായത്. അനുവിന്റെ സന്തതികൾ എന്നും പറയാറുണ്ട്. പുരാണങ്ങളിൽ അനുനാഗികൾക്ക് ദിവ്യശക്തി ഉണ്ടായിരുന്നുവെന്നും ഇവർ പാതാളവുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും മരണശേഷം ആത്മാക്കളെ വിധിച്ചിരുന്നത് ഇവരായിരുന്നുവെന്നുമാണ് പറയുന്നത്. അനുനാഗികളുടെ എണ്ണത്തിന് ഒരു നിശ്ചിത കണക്കുണ്ടായിരുന്നില്ല. വ്യത്യസ്ത പുരാണങ്ങളിൽ വ്യത്യസ്ത ദൈവങ്ങളെ അനുനാഗിയാക്കി പറയുന്നുണ്ട്. ചിലപ്പോൾ പ്രധാന ദേവന്മാരായ എൻലിൻ, എൻകി, ഇനന, നന്ന, ഉദു എന്നിവരെയും ചിലപ്പോൾ വലിയൊരു കൂട്ടം ദിവ്യസത്തുകളെയും ഇത് സൂചിപ്പിച്ചു. 20-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് സഖറിയ സിച്ചിൻ എന്ന എഴുത്തുകാരൻ അനുനാഗികളെ ഇങ്ങനെ പുനർവ്യാഖ്യാനം ചെയ്തു. നുബ്രു എന്ന ഗ്രഹത്തിൽ നിന്ന് സന്ദർശിച്ച പുരാതന അന്യഗ്രഹ ജീവികൾ എന്നായിരുന്നു അത്. സ്വർണം ഖനനം ചെയ്യുന്നതിനായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്ന് പറയപ്പെടുന്നു. ശ്രദ്ധിക്കുക, ഇതിന് യഥാർത്ഥ സുമേറിയൻ ഗ്രന്ഥങ്ങളുടെയോ ചരിത്രകാരന്മാരുടെയോ പിന്തുണയില്ല. ഇത് ഗൂഢാലോചന സിദ്ധാന്തങ്ങളിലും ശാസ്ത്ര ഫിക്ഷൻ ലോകത്തും പ്രചാരത്തിലുള്ള ഒരു ആധുനിക വ്യാഖ്യാനം മാത്രമാണ്. ആകാശത്തെയും ഭൂമിയെയും ഭരിച്ച മൈറ്റി റൂളേഴ്സ് ആയിരുന്നു അനുനാഗികൾ. നക്ഷത്രങ്ങളെ ആകാശത്ത് സ്ഥാപിക്കുകയും താഴെയുള്ള ആത്മാക്കളെ വിധിക്കുകയും ചെയ്തവർ. മൺമയമായതും സ്വർണം പൂശിയതുമായ ക്ഷേത്രങ്ങളിൽ പുരാതന ജനങ്ങളാൽ ആരാധിക്കപ്പെട്ടവർ. ആധുനിക കഥകളിൽ അവർ വിദൂര ലോകങ്ങളിൽ നിന്ന് നക്ഷത്രങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുന്നു. അപ്പോൾ അനുനാഗി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൂടുതൽ വിശദീകരണവുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.